ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു, അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞ്. ഇതാറ ഈച്ചണി ഈ ഹൊക്ക് വേണ്ടിയിട്ട് വയ്യേരി പൊണ്ണി അടെന്തോ അങ്ങനെ അങ്ങനെ സുന്ദരി പെണ്ണേ. ഗുഡ് ബോയ് എന്തിയെ? ഗുഡ് ബോയ്, ഇത് ഗുഡ് ബോയ് ആണോ? ഗുഡ് ബോയ് എന്തിയടാ? ഗുഡ് ബോയ് ഇവിടെ ഗുഡ് ബോയ് എന്തിയടാ? ഗുഡ് ബോയ് എന്തിയടാ? ഗുഡ് ബോയ് എന്തിയടാ? എടാ ഗുഡ് ബോയ് എന്തിയടാ? ഗുഡ് ബോയ് എന്തിയടാ? എടാ ഗുഡ് ബോയ് എന്തിയാണ്? എല്ലാവരും കാണുക, എല്ലാവരും കാണുക ഇത്. ഈ ഞൊളപ്പ് എല്ലാവരും കാണട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും. പിന്നെ കുറേ നേരം പിള്ളേരോടൊക്കെ ഇരുന്ന് കളിച്ച് ഗോപുവിനെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഗോപുവിനെ അഴിച്ചു വിട്ട്. കുറേ നാളായിട്ട് ഗോപുവിന് ദേഹം മൊത്തവും ചൊറിഞ്ഞ് പൊട്ടി, രോമമൊക്കെ പോയി, ദേഹമൊക്കെ അങ്ങ് ഒരുപാട് മുറിവായിരുന്നു. ഇപ്പം ഈ അടുത്ത സമയത്ത് വേറെ ഗുളികയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരിത്തിരി കുറവുണ്ട്. എന്നാലും ആ ഗുളിക കഴിക്കുന്ന സമയത്ത് മാത്രമേ അവനിങ്ങനെ കുറവ് വരുള്ളൂ. പിന്നെ വീണ്ടും ദേഹം മൊത്തം ചൊറിഞ്ഞ് പൊട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നാൾ അവന് അങ്ങനെ അതൊരു വിഷമമായിരുന്നു. പിന്നെ നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം കൂടെയൊക്കെ കൊണ്ട് വീട്ടിൽ അങ്ങനെ തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ കുറച്ച് 2-3 ദിവസം കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ഗോപുവിനും ഗുളികയൊക്കെ ആദ്യം ഇടയ്ക്ക് കൊല്ലത്ത് വിളിച്ച് ചോദിച്ച് ഗുളികയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് കുറവില്ലായിരുന്നു. പിന്നിപ്പം വീണ്ടും വേറൊരു ഗുളിക പറഞ്ഞു തന്നു. അങ്ങനെ അത് കൊടുത്തതിൽ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അവനും ഇത്തിരി അസുഖം കുറവുണ്ട്. പിന്നെ നമുക്ക് അപ്പുറത്തെ ആളെക്കൊണ്ട് 2 ദിവസമായിട്ട് വലിയ ശല്യമൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ ഒരു മനസ്സില്ലായിരുന്നു, തൂക്കാനോ വാരാനോ പൊടിയടിക്കാനോ ഒന്നും. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം പൊടിയൊക്കെ അടിച്ച് കാശിയുടെ കുറേ പുസ്തകങ്ങളൊക്കെ പറക്കി അടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് പറക്കി അടുക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കുവിനെയും ബ്ലാക്കിയും കൂടെ ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്കി അവിടെ വന്ന് കാശിക്കുട്ടൻ്റെ അടുത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. ചിക്കു അങ്ങ് ദൂരോട്ട് എവിടെ പോയി. ഇടയ്ക്ക് വെച്ച് ചിക്കു ലീഷും പൊട്ടിച്ചുകൊണ്ട് ഓടിയായിരുന്നു. മതിൽ കടന്ന് പോയില്ല, അയ്യത്തോട്ട് പോയി. അങ്ങനെ അതുകൊണ്ട് അഴിച്ചു വിടുമ്പം കാശിയും കൂടെ പുറത്തിറങ്ങി നിൽക്കും, ചാടി പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പുറകിലെ റബ്ബർ മേടയിലൊക്കെ ഒരുപാട് പട്ടികളുള്ളതുകൊണ്ട് ചിക്കു ആണെങ്കിൽ ചാടി അവരുടെ കൂടെ പോവാൻ നോക്കും. പിന്നെ ഞാൻ അവരെ തൂത്തൊക്കെ വാരിയതിന് ശേഷം അവരെ പിടിച്ച് കെട്ടിയിട്ട് വീണ്ടും അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാത്തിട്ടതിന് ശേഷം നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട്. കൊഴിയാളയാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കിവിടെ കുറേ മുളക് നിൽപ്പുണ്ട്. ഞാൻ അത്യാവശ്യം പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്, കോവലും പാവലും ചീരയും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ അവിടുന്ന് നെടുമ്പനയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടമുളകുണ്ട്. വലിയ എരിയില്ലെങ്കിലും നല്ല മണമാണ് കറിയിലിടുമ്പോൾ. അപ്പോൾ അതിൽ നിന്നൊരു 3-4 പിച്ചിയിട്ടൊന്ന് മീൻകറി വെക്കാമെന്ന് കരുതി. തേങ്ങ അരച്ച് അതാകുമ്പം പിള്ളേർക്കും കൊടുക്കാം. ഞാൻ മുളക് അരച്ച് പുളിമുളകും വെക്കുന്നതൊന്നും ഞാൻ അമ്മമാർക്ക് കൊടുക്കാറില്ല. അപ്പോൾ നല്ല എരി ആയതുകൊണ്ട് അതുകൊണ്ട് അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തേങ്ങയൊക്കെ തിരുവി അതിനാവശ്യമായ പൊടിയെല്ലാം എടുത്ത് അതൊന്ന് അരച്ച് വെച്ച്, പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളകും ഒക്കെ അരിഞ്ഞിട്ട് കറിയൊക്കെ അടുപ്പത്താക്കിയതിന് ശേഷമാണ് മീൻ കണ്ടിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല കൊഴിയാളയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ തലയും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ അധികമാരും എൻ്റെ വീഡിയോ കാണാൻ വഴിയില്ല. എന്നാലും കാണുന്നവരൊക്കെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ഞാൻ മീനൊക്കെ കണ്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാശിക്കുട്ടനാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ചിക്കുവും ബ്ലാക്കിയൊക്കെ സിറ്റ് ഔട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. ചിക്കുവിനിപ്പോൾ പകലൊക്കെ അങ്ങ് സിറ്റ് ഔട്ടിൽ കെട്ടിയിട്ടേക്കും. വെളിയിലെ കൂട്ടിൽ അവരെ ഇടാറില്ല, അവരകത്ത് തന്നെയാണ് എപ്പോഴും. അപ്പോൾ ബ്ലാക്കിയും ചിക്കും കാശിക്കുട്ടനും എല്ലാം കൂടെ സിറ്റ് ഔട്ടിലുണ്ട്. ഗോപുട്ടൻ അവനെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോഴേ അവൻ്റെ കട്ടിലിൻ്റെ അടിയിൽ പോയി അങ്ങ് കിടന്നോളും.
പിന്നെ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും കറി തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മീനൊക്കെ അതിനകത്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഇന്നിപ്പം തോരനൊക്കെ വെക്കാൻ കുറേ കോവയ്ക്ക നിൽപ്പുണ്ട്. അപ്പം അതൊന്നും പിച്ചുന്നില്ല. അപ്പോൾ 2 ദിവസം മുന്നേ അപ്പുറത്ത് അച്ചുവിൻ്റെ അവിടെ നിന്ന് അപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊച്ചുങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വേറെ കുറച്ച് ദൂരെ ആണ്, എന്നാലും നടന്നു പോകാനുള്ള ദൂരമുണ്ട്. അവിടെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അപ്പോൾ അവൾ അവിടുന്ന് ചക്ക കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഇടിച്ചക്ക വയ്ക്കുക. അപ്പോൾ അതിൻ്റെ നല്ലപോലെ വിളഞ്ഞ ചക്കയൊന്നും അല്ലായിരുന്നു, കൊത്തം പോലെ. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് വൃത്തിയാക്കി കുഞ്ഞായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു 1-2 ഉണ്ടമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് കരുതി. ഉണ്ടമുളക് ഇടുമ്പോഴത്തേന് നല്ല സ്മെല്ലാണ്, നല്ല മണമാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടി ഇട്ട് അതൊന്ന് ഞാനൊന്ന് വേവിക്കാൻ വെച്ച് പിന്നെ വെന്തിറങ്ങിയപ്പോഴത്തേന് കുറച്ച് മുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതൊക്കെ റെഡിയായി. പിന്നെ ഞാനും പിള്ളേരും ഒക്കെ ചോറ് കഴിക്കണം കേട്ടോ. അവർക്കുള്ളതും എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.